വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവ്. രോഗികൾക്ക് നൽകിയ DNS മരുന്ന് 2 മാസം മുൻപ് കാലാവധി കഴിഞ്ഞത്. പരാതിയുമായി രോഗികളുടെ ബന്ധുക്കൾ. തലകറക്കത്തെ തുടർന്ന് ചികിത്സ തേടിയ വടകര സ്വദേശി കളത്തിൽ സാജിദിന്റെ മകൾ റിയ ഫാത്തിമയ്ക്ക് നൽകിയ DNS ബോട്ടിൽ നവംബർ അവസാനം കാലാവധി കഴിഞ്ഞതായിരുന്നു. മരുന്ന് മുഴുവൻ കയറ്റിയ ശേഷമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ഇവരുടെ തൊട്ടടുത്ത പെട്ടിൽ പനിയെ തുടർന്ന് ചികിത്സ തേടിയ മണിയൂർ സ്വദേശി തെക്കേൽ പറമ്പത്ത് റഷീദിന്റെ മകൾ ഇർഫാനിക്ക് നൽകുന്ന മരുന്നും കാലാവധി കഴിഞ്ഞതായി മനസ്സിലായത്. ഇത് ഉള്ളിലെത്തിയത് കുട്ടികളിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് ബന്ധുക്കൾ. തുടർന്ന് ആശുപത്രി സൂപ്രണ്ടിനെയും വടകര പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഞാൻ രാവിലെ എൻ്റെ മോളെയും കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നായിരുന്നു. തലകറങ്ങിയിട്ടാണ് വീണിട്ടാണ് കൊണ്ടുവന്നത്. ആ സമയത്ത് ഇവിടെ ഡോക്ടർ നോക്കുകയും അവർക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയും ഗ്ലൂക്കോസ് കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മളവിടെ ഒബ്സർവേഷൻ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ സമയത്ത് ഓഫ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ് നോക്കുമ്പോൾ എക്സ്പയറി ഡേറ്റാണ് കാണുന്നത്. അപ്പോൾ നമ്മളെ മാത്രമാണെന്ന് വിചാരിച്ചിട്ട് അവരോട് പോയി പറയുകയും അടുത്ത ശ്രദ്ധിച്ചപ്പോൾ അടുത്ത കുട്ടി ഒരു പനിയെ ഛർദിയെല്ലായിട്ട് വന്ന കുട്ടിക്കും ഇതേ ഡേറ്റ് കഴിഞ്ഞ സാധനം തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബന്ധപ്പെട്ട അധികാരം ചോദിച്ചാൽ അവരെ അന്വേഷിച്ചിട്ട് നോക്കാം, നമുക്ക് വേണ്ടി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിന് കാരണത്താൽ എന്തെങ്കിലും വരുമെന്നുള്ള പേടി ആശങ്കയിലാണ് ഞങ്ങൾ ഉള്ളത്. ഇപ്പം ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയാണ് ഉള്ളത്. നമ്മളോട് വേണ്ടി ചെയ്യാമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്രണ്ടിനും വടകര പോലീസുമായിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതായിരിക്കും. മേലധികാരി വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് എല്ലാം ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. അപ്പോൾ ഇവർ അവരെ കണ്ടതിന് ശേഷമാണ് ഞങ്ങളെ ഗ്ലൂക്കോസിൻ്റെ ഇതുമേലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഡേറ്റ് 4 മാസം മുമ്പ് ഡേറ്റ് കഴിഞ്ഞ സാധനമാണ് ഇവർ കണ്ടിന്യൂ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന പേഷ്യൻറ്റിനും ഇപ്പോൾ മുമ്പ് വന്ന പേഷ്യൻറ്റിനൊക്കെ ഇവർ ചെയ്തുകൊണ്ട് നിന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 മാസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഈ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണ് ഇവർ ഇവിടുന്ന് ഇപ്പോൾ വരുന്ന പേഷ്യൻറ്റിനൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇത് ഹോസ്പിറ്റലിൻ്റെ പോരായ്മ കൊണ്ട് ഡോക്ടർമാർ ശ്രദ്ധിക്കാത്ത ഇവിടെ എന്താ സാധാരണ സ്വാഭാവികമായിട്ട് വർഷം കഴിയുമ്പോൾ മാറ്റി വെക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരോഗ്യ മേഖല എപ്പോഴും നന്നായിട്ടുണ്ടെന്ന് പറയുന്ന സമയത്തും ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ പോലും എന്തായിട്ടുണ്ട്. ഇതിപ്പോൾ ഈ മരുന്നാന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു ആൻറ്റിബയോട്ടിക് ഇല്ലാതെ മറ്റുള്ള മരുന്നുകളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്ക് എന്ത് സംഭവിച്ചാൽ ആരും മറുപടി പറയുന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.